ഹായ് ഗൈസ്, നമ്മൾ പിന്നെ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്താണ്? മൈൻക്രാഫ്റ്റ്. നമ്മൾ ആരുടെ കൂടെ കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ടാക്ടിക്സിൻ്റെ കൂടെയാണ് നമ്മുടെ ടാക്ടിക്സ് ഗെയിം. എന്തോന്ന് ചോദിച്ചു, നമ്മളെന്തേലും പറ. ഇതാണ് ഞാനും ഇവനോട് പണിത വലിയൊരു വീടാണ്. അത്യാവശ്യം ആർക്കിടെക്ചർ നമ്മുടെ ടാക്ടിക്സാണ്. ഞാൻ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കി. ഇതെന്തോന്നാന്ന് നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ, നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ പണിയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ട്രെയിനൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് അവരെ അടിക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഡാമേജും കിട്ടത്തില്ല, അല്ലാതെയൊക്കെ കിട്ടും. പിന്നെ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാണോ മണ്ടയിൽ ഒരു വീടുണ്ട്, ഒരു ബെഡ് ഉണ്ടോ? ഇതൊരു വീടായിരുന്നു. ഞങ്ങളുടെ ഒരു എയർബസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ ബ്ലൂ ബെഡ്, ഇവൻ്റെ യെല്ലോ, ഇത് ഏബിളിൻ്റെ എന്നുവെച്ചാൽ ഇവൻ്റെ ചേട്ടൻ. അപ്പം ഇന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇത് മറ്റൊരു ബെല്ലായിരുന്നു. ഞാൻ ഇത് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. നല്ല രസമില്ലേ? നമ്മളെന്തോ ചെയ്യും, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതങ്ങ് നമ്മൾ വാട്ടർ ബക്കറ്റ് എനർജി കാണിച്ചു തരാം. ബടി കണ്ടോ, നമ്മുടെ മൈനിങ് ഒക്കെ ചെയ്യുന്ന സാധനം കാണിച്ചു. ഇതാണ് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്ത സ്ഥലമാണ്. ഞങ്ങൾ മൈനിങ് ചെയ്യുന്ന സാധനത്തിൻ്റെ അടുത്തോട്ട് പോവാം. സൗണ്ടൊക്കെ ചെറിയായിട്ടൊരു ഇത് കാണും. അവിടെ തന്നെ വലിയൊരു റിവറും ഉണ്ട്. ഇനി അയണുണ്ട്, അതുകൊണ്ട് ശീലമുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ബീട്രൂട്ട്. ഞങ്ങൾ കേവിലോട്ട് അടിയിലോട്ട് ഇറങ്ങിപ്പോയി മൈൻ ചെയ്ത്. ഇതിൻ്റെ താഴോട്ടൊരു ഗുഹയുണ്ട് ഗൈസ്, അതിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ വെൻഡിങ് ഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. യൂട്യൂബിൽ എല്ലാം നോക്കി ഇതാക്കണം. നമ്മൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ട് വി ഡു, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താലോ? നമുക്കിതെല്ലാം നിരപ്പാക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഭൂമി നമുക്ക് നിരപ്പും കൊണ്ട് ഇതാക്കാം. അപ്പോൾ നിരത്താം കേട്ടോ, നിരത്താം. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നാളെയോ മറ്റന്നാളോ എല്ലാം ഇടുന്നതായിരിക്കും. വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച. ഇന്ന് എടുത്തു വെക്കും. കാരണം അതാകുമ്പം നമുക്ക് ഞാൻ വേറൊരു വീട്ടിൽ പോകും. അപ്പോൾ അവിടെ വൈഫൈ ഉണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് വീഡിയോ കിട്ടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറച്ച് 2-3-4 മിനിറ്റ് ഉള്ള വീഡിയോ. അപ്പം ഡെയിലി വീഡിയോസ് കാണും. ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോകാനാണ് എൻ്റെ ഒരു ഇത്. എന്താ, അതാകുമ്പോൾ നമുക്ക് ആകെ കുറച്ച് നെറ്റേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം അന്ന് നല്ലൊരു ഇത് കാണുമായിരിക്കും. അയ്യോ, രാത്രിയാണ്. കം നമുക്ക് വീട്ടിൽ പോകാം. നമ്മുടെ ബ്യൂട്ടിഫുൾ വീട്. അയ്യോ, ഇനി ക്രീപ്പർ വല്ല പൊട്ടുവാണ് കഥം. ഓക്കെ, നമ്മളിപ്പോഴേ വന്ന് ഇവിടെ എന്നിട്ടുള്ളൂ. വേണം നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാം അല്ലേ? ഞാൻ ചെസ്റ്റ് കഴിക്കാനാണ്. ഇത് കുറേ എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്രെഡിങ് എടുത്തേക്കാം. ഞാനും കണ്ട എനിക്ക് കണ്ടിട്ടില്ലായിരിക്കും അല്ല. ഇപ്പം അവനെ അടിക്കും. വേണ്ട, ഉറങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ. സുപ്രഭാതം വ്യൂ ഗൈസ്, സുപ്രഭാതം.
നമുക്ക് എന്താ ചെയ്യും? ആ ഞാൻ ബാക്ക് ടു ആക്ഷൻ. നമ്മളെന്ത് വരുന്നു? ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എൻ്റെ നിക്ക് നെയിം ആട്ടോ ഈ ജോബൽ. ജോബൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു നിക്ക് നെയിമായിട്ട് അവൻ വിളിക്കാറുള്ളതായിരുന്നു. എൻ്റെ ശരിക്കുള്ള നെയിം വേറെ ഒരു ടൈപ്പ് ഓഫ് നെയിമാണ്. യെസ്, ഇതെന്നെ നിക്ക് നെയിമായിട്ട് അവൻ ഇട്ടേക്കുക. ഇത് ചെയ്യാനും വെച്ചാൽ എന്നെ വീട്ടിലൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ, അല്ലാത്തപ്പം ചിലവർ വേറെ ആയിട്ടാണ്. സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോകുന്നു പറയുന്നു. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി ഇതാക്കട്ടെ. പിന്നെ നമ്മൾ എന്തോ ആക്കാം. നമ്മൾ ചിലപ്പോൾ ട്രോളറൊക്കെ ഉണ്ട്. ഇതൊക്കെയല്ലേ ഫണ്ണ്. ഞാനും കളഞ്ഞൊന്നും ഇതാകത്തില്ല. ഒരു സ്റ്റാക്ക് ഡേർട്ടായി. നിങ്ങളൊരു ഡേർട്ട് ഹൗസ് ഉണ്ടാക്കിയോ? അങ്ങനെ ഉണ്ടായിരിക്കും പൊളി. ഒരു സ്റ്റാക്ക് ഡേർട്ടായി. ഡേർട്ടിന് ഒരു ക്ഷാമമില്ല. രണ്ടും കൊണ്ട് ഒരു ഡേർട്ട് പിക്കേക്സ് നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇനി മോജാങ് ഇതാ ഉണ്ടാക്കണ്ടേ? എല്ലാം പറ്റിയിലും എമറാൾഡ് പിക്കാക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ സീനാവും. ബാക്ക് ടു ആക്ഷൻ. പ്യൂ പ്യൂ യൂ പ്യൂ പ്യൂ പ്യാ പ്യാ പ്യാ. ഞാൻ തന്നെ ബീഞ്ഞം വിടുന്നയാണോ പേടിയുണ്ടാവും. ബീഞ്ഞം വിടാനൊന്നും അറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ഇതായിരിക്കും. ഇത് ബോറിംഗ് വീഡിയോ ആണെങ്കിൽ ഇന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ പറഞ്ഞേക്കാം. നിങ്ങൾ മൈൻക്രാഫ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യണമെന്ന് മൈനിങ് ചെയ്ത് മടുത്ത് ഗൈസ്. കുറേ കണ്ടുപിടിച്ചു, പക്ഷെ അവന് മാത്രമേ കിട്ടുള്ളൂ. നാളെ വല്ലതും മൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. എനിക്കിവിടെ ഷീൽഡ് വന്നാൽ വന്നിട്ട് പഞ്ഞ. ഒരു ഹെൽമെറ്റ് വന്നു, പൊട്ടി ഹെൽമെറ്റ്. നമുക്കൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയാലോ? നല്ലതേ. അണ്ടർഗ്രൗണ്ട് ബേസ്. I want to make that. അണ്ടർഗ്രൗണ്ട് ബേസ് നമ്മൾ ഇവിടെ ആയിട്ട് വെക്കും. ബിൽഡ് ഞാൻ പിന്നെ അണ്ടർഗ്രൗണ്ടിൽ ഇത് നിങ്ങൾക്ക് സ്റ്റോറേജ് ഒക്കെ ആക്കണമെങ്കിൽ എൻ്റെയൊക്കെ ഒരു വേ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറ് ഗൈസ്. നല്ല ലാഗടിയുന്നുണ്ട് ഗൈസ്. അയ്യോ ഒടുക്കത്തെ ലാഗ. മൈൻക്രാഫ്റ്റ് അടിക്കണം ഒടുക്കത്തെ ലാഗ. അയ്യോ നമുക്കിന്ന് നോക്കാം. 150 സ്റ്റോണോ? നൈസ് ബ്രോ, നൈസ് നൈസ് നൈസ്. നൈസ് നരിയാൻ പോലും വരത്തില്ല. എന്തുവാടേ? ഹലോ, അടിച്ചു പോയോ ബ്രോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഒരിയടോ. അയ്യോ പിന്നീട് ബ്രോ.
ഗൈസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. പാവപ്പെട്ടവരാണ് ഗൈസ്. അയ്യോ ഇങ്ങനെയല്ലല്ലോ നോക്കണേ, ഇങ്ങനല്ലേ. ladder acquired. Where is my ladder? Give me my ladder, bro. എത്ര ladder വേണം അവിടെ? Oh, we need a lot more than that, bro. ഇനി നമുക്കൊരു ഇങ്ങനെ അങ്ങ് പോയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് പിന്നെ സ്റ്റിക്ക് വെക്കണം കഴിച്ച്. പിന്നെ ഞാണ്ട് കിട്ടൂലേ? ടേയ് ആ ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ചേർക്കേ. നമ്മൾ മൈൻഡ് ചെയ്യണം ഗൈസ്. We need torch, bro. We need torch. We need torch tactics. എന്തെങ്കിലും അപകടം വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അപകടം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സോബി വല്ലതും നമ്മളെ അയ്യോ സോബി വല്ലതും ഇങ്ങനെ അയ്യോ 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 ഓക്കെ സോബി എടുത്ത് വരികയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മളൊന്നും പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? എന്ത് ചെയ്യാനാ? ആനയിൽ നമ്മൾ എങ്ങനെയും കയറുവാണേ, മനസ്സിലായോ? നമ്മൾ സോംബിക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. നമ്മളെന്തോ ഇവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫുഡ് സ്റ്റോറേജ് ഒക്കെ ഇവിടെ എടുത്ത് വെക്കും, മനസ്സിലായോ? ഇവിടെ ഡേട്ടും കിട്ടുന്നുണ്ടടി. നമ്മളിങ്ങനെ മൈൻ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മൈൻ ചെയ്യാം അല്ലേ? സ്റ്റോറേജ് റൂം റൂമും ആയിട്ടും നമ്മളൊന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു ഇതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത്രയും വലിയതെന്നറിയോ ഞാൻ വേണേ ഇച്ചിരി കൂടെ ഉണ്ടാക്കിയേനെ. പനി എടുത്തിട്ട് വിശക്കുന്നു. താങ്ക് യു. ഫുഡ് കുറച്ച് വെച്ച് നോക്കേ. പിശിക്കനാണെന്നൊന്നും പറയല്ലേ.
ചെസ്റ്റ്. നമുക്ക് എന്തുവിനാ വേണ്ടതെന്നറിയോ? നമുക്ക് സ്റ്റോണൊക്കെ സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പോൾ തന്നെ കുറേ മിനിറ്റൊക്കെ ആയി കാണും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഇവൻ ചെസ്റ്റ് കറട്ടെ കട്ട്. അപ്പോൾ ഗൈസ് കുറേ മിനിറ്റൊക്കെ ഉണ്ട്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. എല്ലാവരും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.